സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ വെക്ടേഴ്സ് ഇ, ബി, ഡി ആൻഡ് എച്ച്. ഇനിഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി. സോ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ മീഡിയം 1 and 2. അതിനെ രണ്ട് മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ലൈൻ കാണിക്കുന്നത് ബൗണ്ടറിയാണ്. ബൗണ്ടറി between 1 and 2. Now ഇവിടെ നമ്മൾ സ്മോൾ പിൽ ബോക്സ് ഷേപ്ഡ് ഒരു വോളിയം എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ അതിന്റെ സർഫേസസുകളാണ് S1, S2 ആൻഡ് വൺ മോർ സർഫേസ് ഉണ്ട് ഇവിടെ, ഒരു കർവ്ഡ് സർഫേസ്, ഇതാണ് S3. ഓക്കെ, നൗ S1ന്റെ നോർമൽ വെക്ടർ ആണ് n1 ക്യാപ് ആൻഡ് S2 സർഫേസ് S2യുടെ നോർമൽ വെക്ടർ ആണ് n2 ക്യാപ്. ഓക്കെ, നൗ ഈ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ ഈ ഫീൽഡ് വെക്ടേഴ്സിന് എന്തൊക്കെ അതിന്റെ ബൗണ്ടറിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ബിഹേവിയേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിഷ്യലി. സോ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് us കൺസിഡർ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ds ഈക്വൽ ടു QF. Now ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഫോം ഓഫ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. ഈ ഡൈവേർജൻസ് ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ആണിത്. ഓക്കെ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. മാക്സ്വെൽസ് ഇക്വേഷൻ, ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ ആണിത്. ഇതിന്റെ ഇന്റഗ്രൽ ഫോം ആണ്. ഓക്കെ, നൗ ഈ ഇക്വേഷൻ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സോ ഈ ഡി എ നമുക്ക് പാരലൽ കമ്പോണന്റും പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സോ d1n ഡോട്ട് ds. സോ d1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം 1ലുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ക്വാണ്ടിറ്റിയാണ് d1n. അതിന്റെ നോർമൽ കമ്പോണന്റ് ഡോട്ട് ds. ഓക്കെ, ഡോട്ട് ds ത്രൂ സർഫേസ് S1 ഉള്ളത്. ഓക്കെ, സോ ഡോട്ട് ds മൈനസ് d2n ഡോട്ട് ds is equal to സിഗ്മ എഫ് ds. സോ ഇവിടെ നമ്മൾ ടോട്ടൽ ചാർജ് QF-നെ നമ്മൾ സിഗ്മ എഫ് ds ആയിട്ട് റീപ്ലേസ് ചെയ്തു. സിഗ്മ എഫ് റെപ്രസെന്റ് ചെയ്യുന്നത് സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ്. സർഫേസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ചാർജ് QF. നൗ ഇവിടെ നമ്മൾ ദിസ് ടു സർഫേസസുകൾ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, S1 ആൻഡ് S2. ഇവിടെ കർവ്ഡ് സർഫേസ് കൂടെ ഉണ്ട്. കർവ്ഡ് സർഫേസ് നമ്മൾ ഇവിടെ നെഗ്ലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ദ ബോക്സ്. ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ വോളിയം എലമെന്റ്, അതായത് ഈ പിൽ ബോക്സിന്റെ ഷേപ്ഡ് ആയിട്ടുള്ള വോളിയം എലമെന്റിന്റെ ഹൈറ്റ് നമ്മൾ വെരി നെഗ്ലജിബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വെരി നെഗ്ലജിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കർവ്ഡ് സർഫേസ് ഏരിയ നമുക്ക് കർവ്ഡ് സർഫേസ് ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മളിവിടെ നെഗ്ലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ സർഫേസിലൂടെയുള്ള ഈ രണ്ട് സർഫേസ് S1 S2യിലൂടെയുള്ള ഫ്ലക്സുകൾ മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ d1 ഡോട്ട് ds എന്ന് പറഞ്ഞ d1n ഡോട്ട് ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം d1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d1n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ്, നോർമൽ കമ്പോണന്റ്. സോ ഈ സർഫേസിന് നോർമൽ ആയിട്ടുള്ള S1 നോർമൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. സോ d1n ഡോട്ട് ds. സോ ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ds ന്റെ ഡയറക്ഷൻ നമുക്കറിയാം നോർമൽ ടു ദ n1 ക്യാപ്പിന്റെ ഡയറക്ഷനിലായിരിക്കും.
സോ അതുകൊണ്ട് തന്നെ ദിസ് ടു വെക്ടേഴ്സ് d1n and ds are പാരലൽ. സോ അതിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? d1n ds എന്ന് വരും. മൈനസ് d2n ഈ സർഫേസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് d2n dot ds എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ f ds. ഓക്കെ, നൗ വി ക്യാൻ ക്യാൻസൽ ds. സോ അതിനർത്ഥം finally we will get d1n minus d2n equal to sigma f എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് d1n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റ് ഓഫ് നോർമൽ കമ്പോണന്റ് ഓഫ് d1, നോർമൽ കമ്പോണന്റ് ഓഫ് d1 ആൻഡ് d2, അതായത് ദിസ് മീഡിയം 1ലുള്ള നോർമൽ കമ്പോണന്റ് ആണ്. ആൻഡ് d2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കമ്പോണന്റ് ഓഫ് d2 മീഡിയം 2, അതായത് ഈ ഇന്റർഫേസിന് നോർമൽ ആയിട്ടുള്ള രണ്ട് കമ്പോണന്റുകളാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് സിഗ്മ എഫ് ആണ്. സർഫേസ് ചാർജ് ഡെൻസിറ്റി, ഫ്രീ ചാർജ് ഡെൻസിറ്റി ആണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കമ്പോണന്റ് ഓഫ് ഡി perpendicular to the interface is discontinuous, right? അതിന്റെ ഡിസ്കണ്ടിന്യൂറ്റിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to sigma f ആണ്. Okay, so component of d which is perpendicular to the interface is discontinuous. Now നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d equal to epsilon e ആണ്. d equal to epsilon e. Now this relation നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പോണന്റിനുള്ള ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ d1n we can replace by epsilon 1 e1n minus d2n നമുക്ക് epsilon 2 e2n ആയിട്ട് റീപ്ലേസ് ചെയ്യാം. So this 2 that is equal to sigma f. Okay, so this is the boundary condition for normal component of electric field. So ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും component of E which is perpendicular to the interface is discontinuous by an amount sigma f. Now നമ്മൾ ചെയ്യുന്നത് boundary condition for B ആണ്. B. Okay, so boundary condition for B ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് ds is equal to 0, which is അത് ഏതാണ്? സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ആണ്. ദാറ്റ് ഈസ് del dot B equal to divergence of B equal to 0. Now ഇതിനെ നമ്മൾ ദിസ് ഇക്വേഷൻ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ കൊടുത്തിട്ടുള്ള ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ സെയിം നമ്മൾ നേരത്തെ ഡിസ്കസ് ഡിയുടെ ബൗണ്ടറി കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെയിം സിസ്റ്റം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ഫിഗറിലേക്ക് നമ്മൾ ഈ റിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് സർഫേസ് ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് ds is equal to what? Integral over surface S1 B dot n1 cap ds, right? So for this surface, there is flux through this surface, upper surface, then plus total flux എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ plus 3 സർഫേസ് ഉണ്ടല്ലേ നമുക്ക്, S1 S2 and S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് സർഫേസ് ആണ്. സോ ഇന്റഗ്രൽ ഓവർ S2 B dot n2 cap ds plus integral over S3 B dot n3 cap ds, that is equal to 0 according to this relation. Okay, so ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേരും. Now നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ when the height of the box is very small, ഈ അപ്രോക്സിമേഷനിൽ നമുക്ക് കർവ്ഡ് സർഫേസിന്റെ ഏരിയ S3 that will be equal to approximately equal to 0. Then our previous equation relation നമുക്ക് ഇങ്ങനെ എഴുതാം, S3 ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ഉണ്ടാവുക ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് B ഡോട്ട് ക്ലോസ്ഡ് സർഫേസ് ഇന്റഗ്രൽ ഓഫ് B ഡോട്ട്
ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be equal to closed surface integral surface integral of s1 b dot n1 cap ds plus surface integral over s2 b dot n2 cap ds, that will be equal to 0. Now നമുക്കറിയാം n1 cap and n2 cap are oppositely directed അല്ലേ. n1 cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വാർഡ് ഡയറക്ഷനിലാണ്, n2 cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവാർഡ് ഡയറക്ഷനിലാണ്. ആ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ n1 cap ആൻഡ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ടു ആർ ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ്. സോ ഇവിടെ ഒരു ഓക്കെ, ഇത് രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു n1 cap ഈക്വൽ ടു മൈനസ് ഓഫ് n2 cap എന്ന് വരും അല്ലെ. നൗ ഇതിലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക നോർമൽ കമ്പോണൻസ് ആണ് അല്ലെ. നോർമൽ കമ്പോണൻസ് b1n എന്ന് വരും, ദെൻ b2n. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b1n ഈക്വൽ ടു b2n. ഓക്കെ, ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നോർമൽ b1 നോർമൽ കമ്പോണന്റ് ത്രൂ n1 അല്ലെ ഡോട്ട് n1 ക്യാപ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക, അവിടെ ഉണ്ടാവുന്ന നമുക്കറിയാം രണ്ട് പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പാരലൽ വെക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ വിൽ ബി ഈക്വൽ ടു 0. സോ cos 0 ഈക്വൽ ടു 1 അല്ലെ. സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ b1n എന്ന് വരും. ദെൻ ഇന്റഗ്രൽ ഓവർ എന്തുണ്ടാവും ds, ഇന്റഗ്രൽ ഓവർ s1 ds എന്ന് വരും. സോ അതുകൊണ്ട് ടോട്ടൽ ഇന്റഗ്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് s. സിമിലർലി ഇവിടെയും s വരും. സോ ആ രണ്ട് ടോട്ടൽ രണ്ട് സർഫേസുകളുടെ ഏരിയ നമുക്ക് കിട്ടും. ആ രണ്ട് സർഫേസിലെ ഏരിയ രണ്ടിലും രണ്ട് ടേംസിലും ഉണ്ടാവും. അത് രണ്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. പിന്നെ നമുക്ക് ഉണ്ടാവുക b1n ആൻഡ് ഇവിടെ ഈ രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ്ലി n1ഉം n2ഉം ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആയതുകൊണ്ട് അവിടെ നമുക്കൊരു നെഗറ്റീവ് സൈൻ കൂടെ വരും. സോ നമുക്ക് ഫൈനലി ഇവിടെ കിട്ടുക b1n ഈക്വൽ ടു b2n എന്ന് വരും. സോ അതിനർത്ഥം എന്താണ്, നോർമൽ കമ്പോണന്റ് ഓഫ് b ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ബൗണ്ടറി. ഓക്കെ, നോർമൽ കമ്പോണന്റ് ഓഫ് b ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ബൗണ്ടറി. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. b1n ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്റർഫേസ് ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത്. അതായത് നോർമൽ കമ്പോണന്റ് ഓഫ് b ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ബൗണ്ടറി. നൗ നമ്മൾ ഓൾറെഡി നോർമൽ കമ്പോണന്റ് ഓഫ് ഇയുടെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നൗ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഇ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇയുടെ ബൗണ്ടറി കണ്ടീഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇയുടെ ബൗണ്ടറി കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ use this relation, that is closed line integral of E dot dl is equal to minus d by dt of surface integral of B dot ds. So ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ integral form of curl of E equal to minus dou b by dot t യുടെ integral form ആണ്. അതായത് തേർഡ് മാക്സ്വെൽ ഇക്വേഷൻ അതിന്റെ ഇന്റഗ്രൽ ഫോം ആണ് ഇത്. സോ ഈ ഇന്റഗ്രൽ ഫോം ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇയുടെ ബൗണ്ടറി കണ്ടീഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് വി ക്യാൻ കൺസിഡർ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ രണ്ട് മീഡിയം ഉണ്ട്, മീഡിയം 1 and 2. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബൗണ്ടറി ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് കൺസിഡർ എ റെക്ടാങ്കുലർ ബോക്സ്. അതിന്റെ റെക്ടാങ്കുലർ ബോക്സ് എ ബി സി ഡി, അതിന്റെ ലെങ്ത് ആണ് L. ആൻഡ് along AB യിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് T1 cap ആൻഡ് along CD T2 cap. ഓക്കെ, നൗ ഇതിൽ നമ്മൾ ഈ റിലേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ആണ്. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം A to B, B to C അല്ലെ, A to ഈ ഡയറക്ഷനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ ടോട്ടൽ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇ ആണ് E1
dot t1 cap dl. Okay, so integration over ab plus, so then അടുത്തത് വേണ്ടത് നമുക്ക് bc ആണ്, but sides bc equal to da equal approximately equal to 0 ആയിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ അപ്രോക്സിമേഷനിൽ നമുക്ക് ഇതിലൂടെ ദിസ് ടു ഇതിനോണ്ടുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻസ്, ഇന്റഗ്രേഷനിൽ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുക ദിസ് സൈഡും ഈ സൈഡും ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ രണ്ട് സൈഡുകളാണ് ഉണ്ടാവുക. സോ ദിസ് അപ്പൊ ഇവിടെ വരിക ഇന്റഗ്രൽ E1 dot T1 cap dl plus integral over E2 T2 cap dl, that is equal to minus d by dt of surface integral of b dot ds. Now as width goes to 0, ഈ ലിമിറ്റ് ആണ് ഇവിടെ നമ്മൾ ബി സി ഡി എ, അതാണ് വിഡ്ത്തുകൾ അല്ലേ, ബി സി ആൻഡ് ഡി എ. നൗ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ബി സി ഡി എ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് as width goes to 0, in this limit width goes to 0 ആകുമ്പോൾ ഫ്ലക്സ് വാനിഷസ് അല്ലേ. ഓക്കെ, ഫ്ലക്സ് വാനിഷ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, this side will be equal to 0. ഓക്കെ, സോ നമുക്ക് കിട്ടുക E1 dot T1 cap dl plus integral E2 dot T2 cap dl equal to 0. Now E1 vector E1 dot T1 cap is equal to tangential component of നമുക്ക് കിട്ടുക tangential component അല്ലേ, E1t T1 cap, and similarly E2 dot T2 cap equal to E2t T2 cap. Now ഇത് നമ്മൾ ഈ റിലേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു റിലേഷനിലാണ് നമ്മൾ എത്തിച്ചേരുക. E1t T1 cap L അല്ലേ, നമ്മൾ ഡി എൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എ ബിയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ആണ്. സോ വി വിൽ ഗെറ്റ് L പ്ലസ് E2t T2 cap L ഈക്വൽ ടു 0. Now this L ക്യാൻസൽ ചെയ്തു. Then E1t T1 cap plus E2t T2 cap. Now നമുക്കറിയാം T1 and T2 are എന്താണ്, T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് എ ബിയിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. T2 എന്ന് പറഞ്ഞാൽ T2 cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് എ ബി സി ടു ഡി സി ഡിയിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്. Now these two unit vectors യുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് T1 cap അവരുടെ ഡയറക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് T1 cap ഈക്വൽ ടു മൈനസ് ഓഫ് T2 cap എന്ന് എഴുതാം. സോ അത് ഈ റിലേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, ഇവിടെ ഒരു മൈനസ് വരും. അതിനർത്ഥം E1t ഈക്വൽ ടു E2t അല്ലേ. സോ അതായത് E1t റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ കമ്പോണന്റ് ഓഫ് ഈ ഇന്റർഫേസിന് പാരലൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ആണ്. സോ ഇത് രണ്ട് പാരലൽ കമ്പോണന്റും ഈക്വൽ ആണ്. അതിനർത്ഥം component of E parallel to the interface are continuous across the boundary. Okay, so parallel component are electric field ന്റെ parallel component continuous ആണ്. Okay, now similarly നമുക്ക് വെക്ടർ H നുള്ള ബൗണ്ടറി കണ്ടീഷനും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർത്ത് മാക്സ്വെൽ ഇക്വേഷൻ ആണ്. Maxwell's fourth equation, that is curl of H is equal to JF plus dot D by dot T. അതിന്റെ ഇന്റഗ്രൽ ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് H dot DL, H dot DL ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ, that is equal to IF plus D by dt of surface integral of D dot
ds. സോ ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എച്ചിനുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സെയിം നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള സെയിം ഫിഗർ, ഓക്കെ, ആ ഫിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് h1 പ്ലസ് ദിസ് ഈസ് അലോങ് എ ബി, ഓക്കെ, എ ടു ബിയിലുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ നമ്മൾ ആസ് എർലിയർ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വിഡ്ത്ത് ഗോസ് ടു 0 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിന്റെ വിഡ്ത്ത് വളരെ ലെസ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് എ ബിയും സി ഡിയുടെയും കോൺട്രിബ്യൂഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ h1.l1 പ്ലസ് വെക്ടർ h2.l2 ഈക്വൽ ടു IF എന്ന് വരും. ഓക്കെ, IF ഇവിടെ നേരത്തെ ആസ് ഇൻ ദ ലിമിറ്റ് വിഡ്ത്ത് ഗോസ് ടു 0 ഫ്ലക്സ് വാനിഷ് ചെയ്യും. സോ ഈ ടേമും ഉണ്ടാവില്ല. സോ നമുക്ക് ഇവിടെ ഈ രണ്ട് ടേമുകളാണ് ഉണ്ടാവുക, അതിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നൗ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ അലോങ് എ ബി ആൻഡ് L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ അലോങ് സി ഡി അല്ലേ. സോ ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് L ആണ്. നൗ അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ്ലി ഡയറക്ഷൻ ആണ്. സോ L1 ഈക്വൽ ടു മൈനസ് L2. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. h1.l equal to minus h2.l, that is equal to IF. Now as width goes to 0, വോളിയം കറന്റ് ഡെൻസിറ്റി അല്ലെ, നമുക്ക് ഇവിടെ ഒരു IF ഉണ്ട് അല്ലെ, IF. സോ അതാണ് നമ്മൾ ഇനി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വോളിയം കറന്റ് ഡെൻസിറ്റി വിഡ്ത്ത് ഗോസ് ടു 0 ആകുമ്പോൾ വോളിയം കറന്റ് ഡെൻസിറ്റി വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആകും. Now നമുക്ക് അവിടെ ഉണ്ടാവുക സർഫേസ് കറന്റ് ഡെൻസിറ്റി ആണ്. സർഫേസ് കറന്റ് ഡെൻസിറ്റി വിൽ നോട്ട് ബി ഈക്വൽ ടു 0. So IF can be written as surface current density KF into L perpendicular. ഇതാണ് അക്കോർഡിംഗ് ടു നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഡെഫിനിഷൻ ആണ്. സോ IF equal to in terms of surface current density is equal to L perpendicular. So now this L perpendicular, ആ പ്രീവിയസ് ഫിഗറിന്റെ കേസിൽ നമുക്ക് L perpendicular നെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. L perpendicular equal to n cap, that is normal vector into L cap, normal n cap cross L cap into L, right? So ഇത് നമ്മളെല്ലാം കൂടെ ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h1.l minus h2.l equal to kf, this IF equal to kf into L perpendicular into this kf dot n cap cross L cap into L. Now we can interchange this two. This dot product and cross product നമ്മൾ interchange ചെയ്ത് കഴിഞ്ഞാൽ kf cross n, okay, cross n cap dot L cap into L. Now what is L cap into L? L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആണ്. L cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് വെക്ടർ അലോങ് AB ആണ്. സോ ദിസ് വിൽ ബി, ഇത് രണ്ടും കൂടെ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will get vector L. Okay, so kf cross n cap dot L. Now this ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും this equal to h, പ്രീവിയസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, this equal to h1t minus h2t, that is equal to kf cross n cap. So ഇതിനർത്ഥം parallel component of H are discontinuous അല്ലെ, this is not equal to 0 ആണ്. ഇവിടെ kf അല്ലെ, kf represent ചെയ്യുന്നത് സർഫേസ് കറന്റ് ഡെൻസിറ്റി ആണ്. സോ this parallel component of H are discontinuous. Now
Now നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. സോ വെക്ടർ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. Now ഈ റിലേഷൻ നമ്മൾ നമ്മുടെ ബൗണ്ടറി കണ്ടീഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എച്ചിനെ ബി ബൈ മ്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ we will get b vector b1t divided by mu1 minus b2t divided by mu2 is equal to kf cross n cap. Okay, so this is the boundary condition in terms of b. Okay, so parallel component of b is, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, parallel component of b is also discontinuous. Now ഒരു particular case നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, that is if no charge, no free charge or free current. Okay, ഈ കേസിൽ നമുക്ക് നമ്മൾ പ്രീവിയസ്ലി ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ബൗണ്ടറി കണ്ടീഷൻസിനും നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫോർ നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് വരും? നമുക്ക് epsilon1 E1n minus epsilon2 E2n equal to 0. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോ ഫ്രീ ചാർജ്. ഫ്രീ ചാർജ് ഇല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് റോ ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ദിസ് കറണ്ട് ഡെൻസിറ്റിയും 0 ആയിരിക്കും. സോ അതിൽ പ്രീവിയസ് റിലേഷനിലെല്ലാം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലേക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നൗ B1n, ഇത് പ്രീവിയസ്ലിയും ഇത് തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, B1n ഈക്വൽ ടു B2n. അതായത് നോർമൽ കമ്പോണന്റ് ഓഫ് ബി ഈസ് കണ്ടിന്യൂസ് ആയിരുന്നു. നൗ ഇവിടെ E1t ഈക്വൽ ടു E2t ആവും അല്ലേ? ടാൻജൻഷ്യൽ കമ്പോണന്റും കണ്ടിന്യൂസ് ആയിരുന്നു. E1t ഈക്വൽ ടു E2t. നൗ B1t ഡിവൈഡ് ബൈ mu1 മൈനസ് B2t ഡിവൈഡ് ബൈ mu2 ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് B ഈസ് ആൾസോ കണ്ടിന്യൂസ് if there is no free charge or free current. സോ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്തുണ്ടായിരുന്നു? kf ക്രോസ് n ഉണ്ടായിരുന്നു. ഫ്രീ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? kf ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് ബൗണ്ടറി കണ്ടീഷൻസിനെ കുറിച്ച് പറയാനുള്ളത്.